ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ കരിവെള്ളൂരിൽ നിന്നും കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക വാർത്ത പുറത്തുവന്നത്. പോലീസുകാരിയും ഒരു കുഞ്ഞിന്റെ അമ്മയുമായ 35-കാരി ദിവ്യശ്രീയുടെ മരണവാർത്തയായിരുന്നു അത്. ദിവ്യയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഭർത്താവ് രാജേഷും. ഭർത്താവിന്റെ സ്വഭാവദൂഷ്യങ്ങളിൽ മടുത്ത് വിവാഹമോചനത്തിന് ഒരുങ്ങവെയാണ് കലിപൂണ്ട രാജേഷ് ദിവ്യക്കെതിരെ കൊടുവാളുമായി പാഞ്ഞെത്തിയത്. തുടർന്ന് വീട്ടിൽ കയറി വെട്ടിയ ക്രൂരതയിലാണ് ദിവ്യയ്ക്ക് ജീവൻ നഷ്ടമായത്. മകൾക്കെതിരെയുള്ള ആക്രമണം തടയാൻ ശ്രമിച്ച ദിവ്യയുടെ അച്ഛൻ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ്. 11 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ദാമ്പത്യമായിരുന്നു ദിവ്യയുടെയും രാജേഷിന്റെയും. അന്നു മുതൽ സമാധാനമെന്തെന്ന് ദിവ്യ അറിഞ്ഞിട്ടില്ല. കാശിനും സ്വത്തിനും വേണ്ടി സദാ ദിവ്യയെ ഉപദ്രവിച്ചിരുന്നു രാജേഷ്. അതിനിടെയാണ് ദിവ്യ പരീക്ഷകൾ എഴുതിയതും പോലീസായി ജോലിയിൽ പ്രവേശിച്ചതും. പെയിന്റിംഗ്, ഡ്രൈവർ ജോലികളായിരുന്നു രാജേഷിന്. എന്നാൽ കുറച്ചു കാലമായി ആ ജോലിക്കും പോയിരുന്നില്ല. ദിവ്യയിൽ നിന്നുമാണ് രാജേഷ് ദൂർത്തടിക്കാനും ജീവിക്കാനുമുള്ള കാശ് വാങ്ങിയിരുന്നത്. ദിവ്യയുടെ വീട്ടുകാരുമായി സദാ കലഹവുമായിരുന്നു. അത് സഹിക്കാൻ വയ്യാതെ ടാക്സിയും ബൈക്കും എല്ലാം വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും ദിവ്യയ്ക്കോ വീട്ടുകാർക്കോ സമാധാനം കിട്ടിയിരുന്നില്ല. രാജേഷ് ചോദിക്കുമ്പോഴെല്ലാം ദിവ്യശ്രീ പണം നൽകണം. അത് കിട്ടാതെ വരുമ്പോൾ രാജേഷ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നാട്ടുകാർക്ക് പോലും ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു. കുറച്ചു കാലം മുൻപ് സ്വത്ത് സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് ദിവ്യശ്രീയുടെ സഹോദരിയുടെ കാലിൽ രാജേഷ് ബൈക്ക് കയറ്റി ഉപദ്രവിച്ചിരുന്നു. പിന്നാലെയാണ് സഹികെട്ട ദിവ്യശ്രീ വിവാഹമോചനത്തിന് ഒരുങ്ങിയത്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിംഗിൽ ഇരുവരും പങ്കെടുത്തത്. അന്ന് രാജേഷിന്റെ പീഡനങ്ങളും തന്റെ കയ്യിൽ നിന്നും 7 ലക്ഷത്തോളം രൂപയും വാങ്ങി രാജേഷ് ദൂർത്തടിച്ചെന്ന് ദിവ്യശ്രീ തുറന്നു പറഞ്ഞു. വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം. അച്ഛൻ വാസുവിനൊപ്പമായിരുന്നു ദിവ്യ കഴിഞ്ഞിരുന്നത്. കൗൺസിലിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കെത്തിയ ദിവ്യയെ തിരക്കി പിന്നാലെയാണ് രാജേഷ് കൊടുവാളുമായി എത്തിയത്. തുടർന്ന് വീട്ടിലേക്ക് പാഞ്ഞു കയറി ദിവ്യശ്രീയുടെ ശരീരമാസകലം വെട്ടുകയായിരുന്നു രാജേഷ്. ചെവിയുടെ പിറകിലും മൂക്കിലും ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തടയാനുള്ള ശ്രമത്തിനിടെ കൈയിലുമാണ് കൂടുതൽ വെട്ടേറ്റത്. മകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അച്ഛൻ വാസുവിനും ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് വീടിന് പുറത്തേക്ക് രക്ഷപ്പെട്ടോടിയ ദിവ്യശ്രീ ഗേറ്റിനരികിൽ എത്തിയപ്പോഴേക്കും കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും രാജേഷ് വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. തുടർന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് രാജേഷ് പോലീസ് പിടിയിലായത്. അതേസമയം കഴിഞ്ഞ ദിവസം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ദിവ്യയുടെ മൃതദേഹം കരിവെള്ളൂരിലെ വീട്ടിലെത്തിച്ചപ്പോൾ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് പ്രിയപ്പെട്ടവരും നാട്ടുകാരും സഹപ്രവർത്തകരും ചേർന്ന് നൽകിയത്. അമ്മയുടെ ചേതനയേറ്റ ശരീരം 7ാം ക്ലാസ്സുകാരൻ മകൻ ആശിഷ് ചേർത്ത് പിടിച്ചപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകളും ഈറനണിയുകയായിരുന്നു. അവന്റെ ദുഃഖവും കണ്ണീരും കണ്ടുനിന്നവർക്കും വേദനയായി മാറുകയും ചെയ്തു. ആയിരങ്ങളാണ് ദിവ്യശ്രീയെ അവസാന നോക്ക് കാണുവാൻ കരിവെള്ളൂരിലേക്ക് എത്തിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.